നേരത്തെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇന്നലെയാണ് തന്ത്രി കണ്ഠരര് രാജീവരെ അറസ്റ്റ് ചെയ്തിരുന്നത്. ഇന്നിപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോലീസ് എത്തുകയാണ്. ശരത് എസ് ഉണ്ട് വിവരങ്ങൾ നൽകാൻ. ശരത്ത്, വിവരങ്ങൾ. ശ്രുതി, തന്ത്രിയുടെ ചെങ്ങന്നൂറുള്ള വീട്ടിലേക്കാണ് ഇപ്പോൾ അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. പോലീസും ഒപ്പം SITയുടെ സംഘവും ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വീട്ടിൽ പരിശോധന നടക്കുമെന്ന് നേരത്തെ തന്നെ വിവരങ്ങൾ ഉണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടി ആയിരിക്കണം ഇപ്പോൾ എന്തായാലും അന്വേഷണ സംഘം കൂടി ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ വീടിനകത്തേക്ക് കയറിയിട്ടില്ല, കയറാൻ ഒരുങ്ങുന്നതേ ഉള്ളൂ. ഇപ്പം തൊട്ടു മുൻപാണ് പോലീസ് ഇത്തരത്തിൽ ഈ വീട് നിൽക്കുന്ന ചെങ്ങന്നൂർ ഈ ഭാഗത്തേക്ക് എത്തിയിട്ടുള്ളത്. നിലവിൽ അന്വേഷണ സംഘം വീടിന്റെ മുൻപിലേക്ക് പോകുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി സാധിക്കും. അന്വേഷണ ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഈ വാഹനത്തിൽ നിന്ന്, ഇതാണ് SITയുടെ ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഈ വാഹനത്തിൽ നിന്ന് ഇറങ്ങി തന്ത്രിയുടെ വീടിനകത്തേക്ക് കയറുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. വീടിനകത്തേക്ക് കയറുകയാണ്. നേരത്തെ തന്നെ ഈ വീട്ടിൽ പരിശോധന നടക്കും എന്നുള്ള വിവരം ഇന്നലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി വീടൊക്കെ തന്നെ ലൊക്കേറ്റ് ചെയ്തിരുന്നു. പിന്നാലെയാണ് ഇപ്പോൾ SIT സംഘം, അതായത് പോലീസിന്റെ കൂടി ഇവിടെ പ്രാദേശികമായ പോലീസിന്റെ കൂടി സഹായത്തിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇവിടെ ഇപ്പോൾ ഈ വീട്ടിലേക്ക് എത്തിയിട്ടുള്ളത്. വീടിനകത്തേക്ക് കയറാനുള്ള ശ്രമത്തിലാണ്. നിലവിൽ വീടിനകത്ത് ഈ തന്ത്രിയുടെ ബന്ധുക്കളാണ് ഉള്ളത്. തന്ത്രിയുടെ ഭാര്യ, മരുമകൾ, മുത്തശ്ശി അടക്കമുള്ള ബന്ധുക്കൾ ഈ വീടിനകത്തുണ്ട്. നിലവിൽ വീടിന്റെ വാതിൽ അടച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അപ്പോൾ വീടിന് പുറത്താണ് ഇപ്പോൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ എത്തി നിൽക്കുന്നത്. അല്പസമയത്തിനകം വീടിനകത്തേക്ക് കയറി പരിശോധനകളിലേക്ക് കടക്കും എന്നുള്ളതാണ്. വിവാജ്യ വാഹനമടക്കം ഇത്തരം വസ്തുക്കൾ വീടിനകത്തുണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ തന്ത്രി തന്നെ വ്യക്തമാക്കിയ കാര്യം കൂടിയാണ്. മാത്രമല്ല ഈ സ്വർണ്ണപ്പാളി വിവാദത്തിൽ തന്ത്രിയുമായുള്ള ബന്ധം, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം, അതിനപ്പുറം ഇത്തരം ഗൂഢാലോചനയടക്കമുള്ള പങ്കാളിത്തം അതൊക്കെ പരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യം നേരത്തെ വ്യക്തമായതാണ്. ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ എന്തായാലും അന്വേഷണ സംഘം ഈ ചെങ്ങന്നൂരുള്ള മുണ്ടൻകാവിലുള്ള വീട്ടിലേക്ക്, തന്ത്രിയുടെ വീട്ടിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. വീടിന്റെ അകത്തേക്ക് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ കയറിയ ശേഷം ഈ മുൻവശത്തെ ഗേറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ അടച്ച ശേഷം പ്രാദേശിക പോലീസ് പുറത്ത് നിൽക്കുന്നുണ്ട്. മറ്റു പ്രതിഷേധങ്ങളൊക്കെ തന്നെ ഉണ്ടാകാനുള്ള സാഹചര്യം കൂടി കണക്കിലെടുത്തായിരിക്കണം പോലീസിന്റെ ഒരു വലിയ സന്നാഹം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതിന് പുറമെയാണ് ഈ SIT ഉദ്യോഗസ്ഥർ കൂടി ഇപ്പോൾ വീടിന്റെ അകത്തേക്ക് കയറുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ ഉദ്യോഗസ്ഥർ വീടിനകത്തേക്ക് കയറുകയാണ്. തന്ത്രിയുടെ ബന്ധുക്കളുണ്ട് വീടിനകത്ത്. തന്ത്രിയുടെ ഭാര്യ ബിന്ദു, ഒപ്പം മരുമകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ട്. ഇവർ രാവിലെ ഉൾപ്പെടെ നമ്മളോട് പ്രതികരണം നമ്മൾ തേടിയ സമയത്ത് പറഞ്ഞത് തന്ത്രി തെറ്റൊന്നും ചെയ്തിട്ടില്ല, താന്ത്രികപരമായ കാര്യങ്ങൾ മാത്രമാണ് ശബരിമലയിൽ ചെയ്തത് എന്നുള്ളതാണ്. അത്തരത്തിൽ ഇവരിൽ നിന്നുകൂടി എന്തായാലും അന്വേഷണ സംഘം വിവരങ്ങൾ തേടും. ഇതിനു പുറമെ ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ, എന്തൊക്കെ ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇടപാടുകൾ നടന്നിട്ടുണ്ടോ, മറ്റെന്തെങ്കിലും വസ്തുക്കൾ ഈ വീട്ടിലുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തുക എന്ന് തന്നെയാണ് എന്തായാലും അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം. ആ രീതിയിലുള്ള പരിശോധനയ്ക്കാണ് നിലവിൽ സാധ്യതയുള്ളത്. നിലവിൽ എന്തായാലും ഈ വീടിന് പുറത്ത് എന്തായാലും വലിയൊരു പോലീസിന്റെ സന്നാഹം കൂടി ഉണ്ട്. പ്രാദേശിക പോലീസിനെ നേരത്തെ തന്നെ ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസിന്റെ കൂടി വലിയൊരു പോലീസ് സന്നാഹത്തിലാണ് ഉദ്യോഗസ്ഥർ ഈ വീട്ടിലേക്ക് ഈ പരിശോധനയ്ക്കായി എത്തിയിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ വീടിനകത്തേക്ക് ഉദ്യോഗസ്ഥർ കയറിയിരിക്കുകയാണ്. വീടിനകത്താണ് പ്രധാനമായും ഈ പരിശോധന നടക്കുന്നത്. എന്തായാലും ഇപ്പോൾ നേരത്തെ തീരുമാനിച്ചതുപോലെ തന്നെ SIT സംഘം ഈ തന്ത്രിയുടെ ചെങ്ങന്നൂരിലെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ പരിശോധന നടപടികൾ തുടരുന്നു എന്ന് വേണം പറയാൻ. ശരത്ത്, നേരത്തെ ഈ പരിശോധന ഉണ്ടാകും എന്നുള്ളൊരു സൂചന ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ എപ്പോഴായിരിക്കും ആ പരിശോധനയ്ക്കായി അവർ എത്തുക എന്ന് മാത്രമേ അറിയേണ്ടിയിരുന്നുള്ളൂ. എന്തായാലും എത്തുകയും ചെയ്തു. ഈ പരിശോധനയ്ക്ക് മുന്നോടിയായി ഇവിടെ BJP നേതാക്കളൊക്കെ എത്തി കുടുംബാംഗങ്ങളുമൊക്കെയായി ചർച്ച നടത്തുകയും ചെയ്തിരുന്നല്ലോ അല്ലേ? അത് തന്നെയാണ്. അതായത് രാവിലെ മുതൽ തന്നെ BJPയുടെ ആലപ്പുഴ തെക്ക് ജില്ലാ പ്രസിഡന്റ് സന്ദീപ് വചസ്പതി അടക്കമുള്ള BJPയുടെ ജില്ലയിലെ പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വീട്ടിലേക്ക് എത്തി കുടുംബാംഗങ്ങളുമായി സംസാരിച്ചിരുന്നു. പിന്നീട് അവർ മടങ്ങുകയും ചെയ്തു. പിന്നാലെ ഉച്ചയ്ക്ക് ശേഷം പരിശോധനയുണ്ടാകുമെന്നുള്ളതായിരുന്നു പോലീസിൽ നിന്ന് നമുക്കുൾപ്പെടെ അറിയാൻ കഴിഞ്ഞത്. ആ സാഹചര്യത്തിൽ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇവിടെ തുടരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും നിലവിൽ ഉച്ചയ്ക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അന്വേഷണ സംഘം ഇവിടേക്ക് ഇപ്പോൾ എത്തി. ഉച്ചയ്ക്ക് ശേഷം തന്നെ, അതായത് തന്ത്രിയുടെ വീട്ടിലേക്ക് അകത്തേക്ക് കയറുന്ന നടപടികളിലേക്ക് ഇപ്പോൾ കടക്കുകയാണ്. ഇപ്പോൾ പരിശോധന വീട്ടിലുള്ള ആളുകളുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ശേഷം അവരുടെ കൂടി അനുമതി വാങ്ങിയിട്ട് മറ്റു പരിശോധനാ നടപടികളിലേക്ക് കടക്കും എന്ന് വേണം മനസ്സിലാക്കാൻ. നിലവിൽ ഇപ്പോൾ
വീടിന്റെ തന്ത്രിയുടെ ഭാര്യ ഉൾപ്പെടെയുള്ള ആളുകളുമായി സംസാരിക്കുന്നുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ. ശേഷം അവരുടെ കൂടി അനുമതി വാങ്ങി വീടിനകത്തേക്ക് കയറി തുടർ പരിശോധന നടപടികളിലേക്ക് എന്തായാലും കടക്കും. നിരവധി ദുരൂഹതകൾ ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് അന്വേഷണ സംഘം ഈ വീട്ടിലേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. തന്ത്രി കുറ്റം ചെയ്തിട്ടില്ല എന്ന് കുടുംബാംഗങ്ങൾ പറയുമ്പോഴും അതിന് തക്കതായ തെളിവും മൊഴികളും ഒക്കെ തന്നെ അന്വേഷണ സംഘത്തിന്റെ പക്കലുണ്ട്. അതുകൊണ്ട് തന്നെ അത് സാധൂകരിക്കത്തക്ക തെളിവുകൾ കൂടുതൽ ശേഖരിക്കുക എന്നതുകൂടി അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യമാണ്. അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ അത്തരം പരിശോധനകൾ മാത്രമല്ല ബാങ്ക് അക്കൗണ്ടുകളടക്കമുള്ള വിവരങ്ങളും അന്വേഷണ സംഘം ശേഖരിക്കും. തന്ത്രിക്ക് എത്ര അക്കൗണ്ടുകളുണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ തന്നെ കുടുംബാംഗങ്ങളിൽ നിന്ന് ചോദിച്ചറിയാനുള്ള സാധ്യത കൂടി എന്തായാലും ഉണ്ട്. അത്തരത്തിൽ ഈ വീടിനകത്തേക്ക് കയറിയുള്ള പരിശോധന ഇതുവരെ നമുക്കറിയാം ഈ കേസിൽ പലതവണ ഇതുമായി ബന്ധപ്പെട്ട് തന്ത്രിയുടെ മൊഴി എടുത്തിരുന്നെങ്കിൽ പോലും ഈ വീടിനകത്തേക്ക് പോലീസ് എത്തി അത്തരം പരിശോധനകളിലേക്ക് ഇതുവരെ കടന്നിരുന്നില്ല. ആ സാഹചര്യത്തിൽ എന്തായാലും ഈ അറസ്റ്റിന് പിന്നാലെ അന്വേഷണ സംഘം ആദ്യമായിട്ടാണ് ഇപ്പോൾ ഈ തന്ത്രിയുടെ ഈ ചെങ്ങന്നൂരുള്ള വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ വീടിനകത്ത് കയറുന്നുള്ള പരിശോധന എന്തായാലും അതും ആദ്യമായിട്ട് തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് വേണം പറയാൻ. ഈ കേസിൽ നേരത്തെ തന്നെ ആരോപണ വിധേയനായിരുന്നെങ്കിൽ പോലും ഇത്തരം പരിശോധനകളിലേക്ക് പോലീസ് കടക്കുന്നത് ഇതാദ്യമായിട്ടാണ്. ഈ സാഹചര്യത്തിൽ ഏറെ നിർണായകമായ പല പ്രതീക്ഷകളും പോലീസിനുണ്ട്. ഇതുമായി നിലവിൽ ഈ പറയുന്നത് പോലെ ഗൂഢാലോചനയടക്കം തന്ത്രിയുടെ പങ്ക് സംശയിക്കുന്നുണ്ട്. അതിനു പുറമെ പലതിനും മൗനസമ്മതം നൽകി കണ്ണടച്ചു എന്നടക്കമുള്ള മൊഴികളാണ് തന്ത്രിക്കെതിരെയുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ എന്തൊക്കെ ഇടപെടൽ തന്ത്രി നടത്തി, എന്തൊക്കെ കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് സാധൂകരിക്കാൻ എന്തായാലും കൂടുതൽ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ആവശ്യമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അന്വേഷണ സംഘം SIT സംഘം ഇപ്പോൾ ഈ വീട്ടിലേക്ക് എത്തിയിട്ടുള്ളത്. 4 or 5 ഉദ്യോഗസ്ഥർ SIT സംഘത്തിന്റെ ഭാഗമായി വന്നിട്ടുണ്ട്. ആ ഉദ്യോഗസ്ഥർ വനിത ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഈ അന്വേഷണ സംഘത്തിലുണ്ട്. അവരുൾപ്പെടെയുള്ള ആളുകളാണ് ഇപ്പോൾ വീടിനകത്തേക്ക് കയറി പരിശോധനയ്ക്കായി വീടിനകത്തേക്ക് കയറിയിരിക്കുന്നത്. വീടിന്റെ മുൻവശത്തെ വാതിലും ഗേറ്റും ഉൾപ്പെടെ അടച്ച് നിലവിൽ വീടിന് പുറത്ത് ഇപ്പോൾ പോലീസിന്റെ വലിയ സന്നാഹവും നിൽക്കുന്നുണ്ട്.